എല്ലാവരും കാത്തിരുന്ന പൃഥ്വിരാജ് നായകനായ ആടുജീവിതം തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നു. ബോക്സ് ഓഫീസിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റുകൾ കിട്ടാനില്ല. ഒരു ചലച്ചിത്രം എന്ന നിലയ്ക്ക് ഒന്നാം തരം അവതരണവും സംവിധാനവും സംഗീത സംവിധാനവും ഒക്കെ ഇതിൽ സംഭവിച്ചിരിക്കുന്നു. AR റഹ്മാന്റെ മികച്ച സംഗീത സംവിധാനം മൂലം മരുഭൂമിയുടെയും അറേബ്യൻ ജീവിതത്തിൻ്റെയും എല്ലാ താളാത്മകതയും ഒത്തുചേർന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഒരപാകതയുമില്ല. ആടുജീവിതം ആറാട്ടുപുഴക്കാരനായ നജീബ് എന്ന യുവാവിൻ്റെ സൗദി അറേബ്യയിൽ എത്തിപ്പെട്ട് ഉണ്ടായ ദുരന്തത്തിൻ്റെ വളരെ യാദൃശ്ചികമായി സംഭവിച്ചതാണെങ്കിൽ പോലും ആ ദുരന്തത്തിൻ്റെ കഥ ഏതാണ്ട് അതേപോലെ പറയുന്നുണ്ട്. കുറേ ഭാഗങ്ങളൊക്കെ നോവലിലുള്ളത് ചലച്ചിത്രത്തിൽ വന്നിട്ടില്ല എങ്കിൽ പോലും ഏതാണ്ട് നന്നായിട്ട് അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആടുകളെയും ഒട്ടകങ്ങളെയൊക്കെ പോറ്റുന്ന സ്ഥലം യാതൊരു മരുപ്പച്ചയുമില്ലാത്ത ഒരു സ്ഥലത്ത് ആയിരിക്കും എന്ന് പറയുന്നതിൽ അവിശ്വസനീയത ഉണ്ടെങ്കിലും അത് മരുപ്പച്ചയുള്ള സ്ഥലങ്ങളിലാണ് ഉണ്ടാവുക. മറ്റു പല കാര്യങ്ങളിലും ഈ ചലച്ചിത്രം മികച്ചു നിൽക്കുന്നുണ്ട്. അറബികളെ മുഴുവനായും ഏതോ ഒരു വ്യക്തിയുടെ ക്രൂര പെരുമാറ്റം വെച്ചുകൊണ്ട് അളക്കരുത്, അല്ലെങ്കിൽ അവരുടെ പ്രതിച്ഛായ തകർക്കരുത്, മോശമായി ചിത്രീകരിക്കുന്നു, അങ്ങനെയൊന്നുമുള്ള പരാമർശങ്ങൾക്ക് ഇതിൽ ഒരുപാട് പഴുതുകളൊന്നുമില്ല. കാരണം ഒരു ഭാഗത്ത് ഒരു ഗ്രാമീണ അറബി നജീബിനെ കൂട്ടിക്കൊണ്ടുപോയി ആടുകളെ മേയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, കഷ്ടപ്പെടുത്തുന്നുണ്ട്. എങ്കിലും മറുഭാഗത്ത് അതേ നാട്ടുകാരനായ മറ്റൊരു അറബി തന്നെയാണ് മരുഭൂമിയുടെ നടുവിലുള്ള റോഡിൽ നിന്ന് നജീബിനെ തൻ്റെ ഏറ്റവും ആഡംബര കാറിൽ കയറ്റിക്കൊണ്ടുപോയി നഗരത്തിൽ എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരേ മനുഷ്യർ തന്നെ, ഒരേ മനുഷ്യ വിഭാഗം തന്നെ രക്ഷകരായും ശിക്ഷകരായും വർത്തിക്കുന്നുണ്ട്. അത് മനുഷ്യൻ്റെ പെരുമാറ്റത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് ഒരു പ്രത്യേക ഭാഷ സംസാരിക്കുന്ന ആളുകളുടെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെയോ ഒന്നും കുറ്റവും അപാകതയുമായിട്ട് കാണാൻ സാധിക്കില്ല എന്ന് ഈ ചിത്രം തന്നെ വെളിപ്പെടുത്തുന്നു. കാരണം നജീബ് രക്ഷപ്പെടുന്നുണ്ട്, നജീബിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഒരു അറേബ്യൻ വംശജനാണ് നജീബിനെ രക്ഷപ്പെടുത്തുന്നത്. നോവലിലും സിനിമയിലും അങ്ങനെ തന്നെ. ഏറ്റവും നന്നായി മരുഭൂമിയുടെ എല്ലാ മുഖങ്ങളും, കൊടുങ്കാറ്റിൻ്റെ മുഖം, ചുഴലിക്കാറ്റിൻ്റെ മുഖം, മണൽക്കാറ്റ് എങ്ങനെ ആഞ്ഞടിക്കുന്നു, അതിലെങ്ങനെ ആളുകൾ പെട്ടുപോകുന്നു, ആളുകൾ എങ്ങനെ കുടുങ്ങിപ്പോകുന്നു, ഡ്യൂൺസ്, മണൽ കൂനകൾ. എന്നാൽ എന്താണ്? ഈഫൽ ടവറിൻ്റെ വലിപ്പമുള്ള മണൽ കൂനകളുണ്ട്. അത് പെട്ടെന്ന് പോയി മറിയും, പെട്ടെന്ന് വന്നു ചേരും. ഇങ്ങനെ എല്ലാമുള്ള കാര്യങ്ങൾ ഉണ്ട്. അതിൻ്റെയൊക്കെ കുറിച്ച് മനസ്സിലാക്കുവാൻ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടാലുള്ള മരുന്ന്, ഉമിനീർ പോലും മരുന്നാവുന്നു. ഇതൊക്കെ മനസ്സിലാക്കാൻ ഈ സിനിമ സഹായകമാവുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആടുജീവിതം എന്ന നോവലിലും സിനിമയിലുമൊക്കെ വന്നിട്ടുള്ളതിനു മുമ്പ് അത് റോഡ് ടു മക്ക, മക്കയിലേക്കുള്ള പാത എന്ന മുഹമ്മദ് അസദിൻ്റെ പുസ്തകം വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു. അതിൽ ചില ഭാഗങ്ങൾ ബെന്യാമിൻ്റെ നോവലിൽ അതേപോലെ പകർത്തി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥത്തിൽ മുഹമ്മദ് അസദ് സഞ്ചരിച്ച് മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ആ മക്കയിലേക്കുള്ള പാത എന്ന പുസ്തകത്തിൻ്റെ ഒരവലംബം ഇതിനുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതേസമയം പൃഥ്വിരാജിൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ ഏറ്റവും മികവുറ്റ ഈ ഉദാഹരണം ഒരുപക്ഷെ അന്തർദേശീയ അംഗീകാരം വരെ ലഭ്യമാക്കാൻ സഹായകമായിരിക്കും. കാരണം ഈ ചലച്ചിത്രം ഗൾഫ് നാടുകളിൽ ചിലയിടത്തൊക്കെ നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇത് അന്താരാഷ്ട്ര തലത്തിൽ പരിഗണിക്കപ്പെടും, എണ്ണപ്പെടും എന്നതിൽ സംശയമില്ല. യൂറോപ്പിൽ നിന്ന് വന്ന മുഹമ്മദ് അസദ് മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് ബധുക്കളെ കണ്ട് ബധുവിൻ ജീവിതവുമായൊക്കെ ഇഴുകിച്ചേർന്ന് നടത്തിയിട്ടുള്ള സുദീർഘമായ സഞ്ചാരമാണ് മുഹമ്മദ് അസദിൻ്റെ മതപരിവർത്തനത്തിന് വരെ കാരണമായത്. ബന്ധുക്കളുടെ പെരുമാറ്റം, സത്യസന്ധത, സഹായ മനസ്ഥിതി, ഇതെല്ലാമായിരുന്നു അതിന് കാരണം. അതേ ബന്ധുക്കളെ വെച്ചുകൊണ്ട് ചലച്ചിത്രം പുറത്തു വരുമ്പോൾ ഈ സ്വഭാവ സവിശേഷത ഒരു കറുത്ത വംശജനായ ആഫ്രിക്കക്കാരനായ ഒരു അറബിയിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നുണ്ട് എന്നതും നാം കാണാതിരുന്നുകൂടാ. 1956 ബ്രിട്ടീഷ് സൈനിക ഗവേഷകനായ വിൽഫ്രഡ് തെസിഗർ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയിൽപ്പെട്ട റൂബ് അൽ ഖാലി
എംടി ക്വാർട്ടർ താണ്ടി കടക്കാൻ ശ്രമിച്ചിരുന്നത്. റാഷിദ് സാലിം അൽ കബാനി എന്നീ 2 ബധുക്കളുടെ സഹായത്തോടു കൂടിയാണ് വിൽഫ്രഡ് തെസീഗർ മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്ത് തന്നെ സഞ്ചരിച്ച് ആളുകൾ കടന്നു ചെല്ലാൻ കഴിയാതിരുന്ന എംടി ക്വാർട്ടറിലൂടെ കടന്നു വന്നത്. അതേ വിൽഫ്രഡ് തെസീഗർ 2002 അതേ ബധുക്കൾ ഉപയോഗിച്ച് വീണ്ടും ഇതിലൂടെ സഞ്ചരിച്ച് ഒമാൻ വഴി അബുദാബിയിൽ എത്തിച്ചേരുകയുണ്ടായി. അദ്ദേഹവും വിൽഫ്രഡ് തെസീഗറും മരുഭൂമിയെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. അവർ ബധുക്കളെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ബധുക്കളുടെ സ്വഭാവ ഗുണത്തെക്കുറിച്ചും ലോകത്തെവിടെയും കാണാൻ കഴിയാത്ത ആ മഹത്തായ സമർപ്പണ മനസ്ഥിതിയെക്കുറിച്ചും എല്ലാം വിട്ടുകൊടുക്കുക. ഈ ചലച്ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് ഇബ്രാഹിം അൽ ഖാദിർ എന്ന ആഫ്രിക്കക്കാരൻ തൻ്റെ ഷൂസ് ഊരിയിട്ടാണ് നജീബിന് കൊടുക്കുന്നത്. കാല് വീർത്ത് ഒട്ടും നടക്കാൻ വയ്യാതായ നജീബിന് ഷൂസ് ഊരി കൊടുക്കുന്നു. അതേപോലെയാണ് ബധുക്കൾ. അവർക്കുള്ളതെല്ലാം തന്നെ, അത് വെള്ളം, ഏറ്റവും അനിവാര്യമായ ഘട്ടത്തിൽ കുടിക്കാൻ വെച്ച വെള്ളം, അത് അവർക്ക് അവരുടെ തൊണ്ട പറ്റിയാൽ പോലും അത് കടന്നു വരുന്ന അതിഥിക്ക് കൈമാറുന്ന, അവരെ കൊണ്ട് കുടിപ്പിക്കുന്ന സമ്പ്രദായം അത് ഈ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്. അത് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ബധുക്കളുടെ യഥാർത്ഥത്തിലുള്ള തനത് പെരുമാറ്റം എന്ന് പറയുന്നത്. ആ പെരുമാറ്റം വെച്ചുകൊണ്ടാണ് നാം ആ സമൂഹത്തെ അളക്കേണ്ടത്. തീർച്ചയായും ഇന്ന് മലയാളി അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ അനുഭവിക്കുന്ന ഐശ്വര്യപൂർണമായ ഒരു ജീവിതമുണ്ടെങ്കിൽ ആ ജീവിതത്തിൻ്റെ യഥാർത്ഥ കാരണം അറേബ്യൻ ഗൾഫ്, അവിടുത്തെ പെട്രോൾ ഡോളർ അതുതന്നെയാണ്. അവിടേക്ക് കയറിപ്പോയി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുള്ള പണമാണ്, അവർ സമ്മാനിച്ചിട്ടുള്ള സൗഭാഗ്യങ്ങളാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വേണം ഒരു അറബ് സമൂഹത്തെ നാം ഇങ്ങനെ ഒരു ചിത്രീകരണത്തിലൂടെ ഒതുക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ അത് പരിഗണിക്കപ്പെടേണ്ടത് അങ്ങനെയാണ്. പക്ഷേ അങ്ങനെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. ഈ ചലച്ചിത്രത്തിൽ അതിൻ്റെ മറുവശവുമുണ്ട്. അതുകൊണ്ട് അതിനെ പോസിറ്റീവായിട്ട് തന്നെ കാണാൻ സാധിക്കും. നമുക്ക് ഇതിൻ്റെയൊക്കെ ഗുണം ബ്ലസ്സിക്കും ബെന്യാമിനും മാത്രം പോരാ, നജീബിനും കൂടി ലഭിക്കട്ടെ. കാരണം അന്ന് ആട് ജീവിതം കൊണ്ടായിരുന്നു നജീബ് കഷ്ടപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് നാട് ജീവിതത്തിൽ നജീബ് കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗുണം ഇതിനൊക്കെ കാരണക്കാരനായ നജീബിനും ലഭിക്കട്ടെ എന്ന് നമുക്ക് പറയാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.